ഗുഡ് മോർണിംഗ്. അതിസാഹസികമായ യാത്രയാണ്. ഇതിനകത്ത് ഒരു സാഹസികത എന്ന് പറയുന്നത് ഒരേ സമയം ബൈക്കും വാർത്തയും പിന്നെ അതിഥിയും കൈകാര്യം ചെയ്യണം, കൂടാതെ കുതിരയും കൈകാര്യം ചെയ്യണം. ആൾ ഉഷാറാണ്. കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടല്ലോ. എത്ര വർഷം മുമ്പ്? ഒരു 10 വർഷം മുമ്പാണ് ടൂർ പോയപ്പോ. കുതിര ഓടിക്കാൻ അറിയോ? ഇല്ല. ഗൈഡ് കൂടെ എങ്ങനെ പിടിച്ചു നടക്കുമ്പോ അതിന്റെ മോളിൽ ആ ഗൈഡിലുള്ള ഒരു കോൺഫിഡൻസ് കുതിരപ്പുറത്ത് പോകാൻ സഹായിക്കും. അപ്പോ കോഴിക്കോടിന്റെ കോൺഫിഡൻസ് എന്താ? ഗൈഡിലുള്ള കോൺഫിഡൻസ് ആണ് കുതിരപ്പുറത്ത് പോകാൻ സഹായിക്കുന്നതെങ്കിൽ കോഴിക്കോടിന്റെ കോൺഫിഡൻസ് എന്താ? നല്ല കോൺഫിഡൻസില്ല. മികച്ച വിജയം നേടും. പ്രതികരണം എങ്ങനെയാ ആദ്യ റൗണ്ടിലേക്ക് എത്തുമ്പോ? നല്ല പ്രതികരണ. രണ്ട് കാര്യമാണ്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഒരവസ്ഥയിൽ ഇടതുപക്ഷത്തെ പാർലമെന്റിൽ എത്തിക്കണമെന്നൊരു പൊതു ചെറുതായിട്ട് നടന്നാലോ. ഓക്കെ. രണ്ട്, കോഴിക്കോടിനൊരു മാറ്റം വേണമെന്ന് കോഴിക്കോട്ടുകാർ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങളുണ്ട്. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ് സമയം എടുക്കാമല്ലോ. പൂക്കോട് ഒരു വാർത്ത നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. പൂക്കോടിൽ നിന്നും നമുക്കിപ്പം ദീപക് മോഹൻ ചേരുന്നത്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് പൂക്കോട് നടന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായവരാരാണെങ്കിലും അതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചായ്വും ഉണ്ടാവില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഇളമരം കരീം അതിനെ കാണുന്നത്? ഞാൻ ആ നിലപാടിനോട് യോജിക്കുകയാണ്. മുഖ്യമന്ത്രി വളരെ ശക്തമായി ഇന്നലെ അന്വേഷണത്തിന് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനിച്ചു. കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തുക, യോജിതമായ നടപടി സ്വീകരിക്കുക. അതിൽ 4 SFI പ്രവർത്തകരുണ്ട് എന്നുള്ളത് SFI ഇപ്പൊ പ്രതിരോധത്തിലാവുന്നുണ്ട് ആ വിഷയത്തിൽ. അല്ല, അത് ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. അത് രാഷ്ട്രീയമായ സംഭവമൊന്നുമല്ല. അതൊരു രാഷ്ട്രീയ വിഷയമല്ല. അല്ല. ശരി. തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടാവോ ഈ ഒരു വാർത്ത, പൂക്കോട് നിന്ന് വരുന്ന ഒരു വാർത്ത? ഒരിക്കലാവില്ല. കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്, ലീഗിന്റെ പ്രതിഷേധമുണ്ട്, KSU നിരാഹാര സമരം, അനിശ്ചിതകാല സമരം തുടങ്ങി ABVP 24 മണിക്കൂർ സമരം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ആവുന്നത് കൊണ്ട് അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി പരിണമിക്കുകയാണ്. ഒരിക്കലും അതൊന്നും കേരളത്തില് രാഷ്ട്രീയ വിഷയമാവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും അധികം രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത് SFI ആണ്. SFI ഇത്തരത്തിലുള്ള ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ സംഭവം പ്രത്യേകമായി പരിശോധിക്കേണ്ടത് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ടിവിറ്റി. പോലീസ് പറയുന്നുണ്ട് അതിൽ രാഷ്ട്രീയമില്ല എന്ന്. പ്രാഥമിക അന്വേഷണം ക്രിമിനൽ കുറ്റകൃത്യമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ദിസ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ. അതിൽ ആരും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പാർട്ടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കും. ഇപ്പൊ 31 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ പഠനവിലക്ക് ഏർപ്പെടുത്തി. അത് തന്നെ ആ വിദ്യാർത്ഥികൾ കർശനമായ നടപടിയാണ്. ആന്റി റാഗിംഗ് സെല്ലിന്റെ. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കൂടി വന്നാൽ, ഇന്നിപ്പോ ട്രഷറിയിൽ ഇന്നലെ ഒരു ദിവസം ശമ്പളം കിട്ടിയില്ല എന്നൊരു വാർത്തയും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നിടത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമാവോ? സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നമാവും. അത് ഞങ്ങളെയല്ല ബാധിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക കേരളത്തിനെതിരെ. അതിനെതിരെ ഒരക്ഷരം പറയാത്ത UDFകാരാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള രാഷ്ട്രീയ വിരോധം കേരളത്തോട് തീർക്കുകയാണവർ. അപ്പൊ അതിനവർ മറുപടി പറയേണ്ടി വരും. അപ്പൊ അത് സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയായാൽ ഗുണമേ ചെയ്യൂ. തീർച്ചയായിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെക്കെതിരായി കേരളത്തിലെ ഗവൺമെന്റ്, MLAമാർ, MP മാർ എല്ലാം ചേർന്ന് ഡൽഹി സമരം നടത്തി. ആ സമരത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഉപനേതാവിനെ നേരിട്ട് വിളിച്ച് ചർച്ച ചെയ്തു. അവർ വന്നില്ല. അപ്പൊ BJPക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സമരം നടത്താനുള്ള ധൈര്യം പോലും അവർക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി ജാക്കി, നിലവില് CPMന് ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ടാണ് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, 4 MLAമാർ, ഒരു മന്ത്രി ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അത് എങ്ങനെയാണ് വോട്ടർമാരെ പറഞ്ഞ് മനസ്സിലാക്കുക? കാരണം ഒരൊറ്റക്കക്ഷിയെ വരാൻ CPMന് കഴിയില്ല. മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിയാലും പ്രദേശം നോക്കിയാലും. അപ്പോൾ കോൺഗ്രസ് ആണ് ഒറ്റക്കക്ഷിയെ വരേണ്ടതെങ്കിൽ കോൺഗ്രസിന് വോട്ട് കൊടുക്കൂ എന്ന പ്രചരണമാണ് ഞാൻ ഇന്നലെ പോയപ്പോഴും TN പ്രതാപൻ ആവർത്തിക്കുന്നത്, ഇന്നലെയും KC വേണുഗോപാൽ അടക്കം ആവർത്തിക്കുന്നത്. അതാണ് അവരുടെ പ്രചരണം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഒന്ന്, കോൺഗ്രസിന് ഇന്ത്യൻ പാർലമെന്റിൽ BJPയുടെ നയങ്ങളെ എതിർക്കാൻ കഴിയില്ല. ഉദാരവൽക്കരണ നയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാമ്പത്തിക ഉദാരവൽക്കരണം, കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങൾ. 2, തീവ്ര വർഗീയത. ഇത് രണ്ടിലും കോൺഗ്രസും BJPയും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. BJPയുടെ തീവ്ര വർഗീയതയെ മൃദുഹിന്ദുത്വം കൊണ്ട് നേരിടാം എന്ന തെറ്റിദ്ധാരണയിലാണ് ഇപ്പോഴും കോൺഗ്രസ്. ഓരോ പ്രശ്നത്തിലും, അവസാനത്തെ അയോധ്യ പ്രശ്നത്തിൽ ഉൾപ്പെടെ, ക്ഷേത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ നേട്ടം ഞങ്ങൾക്കാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടത്. രാജീവ് ഗാന്ധിയാണ് തുറന്നുകൊടുത്തത്.
കമൽനാഥ് വെള്ളി ഇഷ്ടിക കൊടുത്തു. ഇത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഈ വർഗീയതയെ നേരിടാൻ കഴിയുക? ഇത് ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ കോഴിക്കോട് മണ്ഡലത്തിൽ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അങ്ങിപ്പോൾ പറഞ്ഞതിന്റെ തുടർച്ചയായി കോൺഗ്രസിനേക്കാൾ ആ ന്യൂനപക്ഷം ഇടതുപക്ഷത്തേക്ക് മനസ്സുകൊണ്ട് മാറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതല്ലാതെ വേറെ വഴിയില്ല. അവർ അരക്ഷിതാവസ്ഥയിലാണ്. ഏക സിവിൽ കോഡിന്റെ ഭീഷണി, പൌരത്വ നിയമ ഭേദഗതി, വ്യാപകമായ ആക്രമണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ. ഈ ഒരവസ്ഥയിൽ അവർ ആരെയാ പ്രതീക്ഷയോടെ നോക്കുന്നത്? ദിവസേന BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാ? ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗവൺമെന്റ് കടുത്ത പ്രതിസന്ധിയില്ല. അവിടുത്തെ PCC പ്രസിഡന്റും മകനും BJP-യോട് എന്തോ കച്ചവടം ചെയ്തു എന്ന് ഉറപ്പാണ്. 6 MLA-മാര് പോയി. അതെ, ഗവൺമെന്റ് തകരാൻ പോകുന്നു. അത് നല്ല ലക്ഷണമാണ്. ഞങ്ങൾക്കത് സന്തോഷകരമല്ല. പക്ഷേ അതായത് ഇന്ത്യയിൽ കോൺഗ്രസ് തകരുന്നത് CPM-ന് സന്തോഷകരമായ ഒരു കാര്യം ഒരിക്കലുമല്ല. ഞങ്ങൾ കോൺഗ്രസിനോട് പറയുന്നത് ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിച്ച് നിർത്താൻ കോൺഗ്രസ് മുൻകൈയെടുക്കണം. കാരണം രാജ്യവ്യാപകമായുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ശക്തമായി ഉയർത്തിയവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ അത് വേറൊരു സാഹചര്യത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യം മാറി. ഇന്ന് സാഹചര്യം മാറി. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കാലമല്ല ഇത്. കോൺഗ്രസിന്റെ നയങ്ങളെ എതിർക്കുമ്പോഴും മതനിരപേക്ഷത ഉറപ്പിച്ചു നിർത്താൻ ആവശ്യമുള്ളിടത്ത് അവരുമായി കൈകോർക്കാൻ പോലും ഞങ്ങൾ സന്നദ്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ബംഗാളിൽ അത് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ ഞങ്ങൾ ശ്രമിച്ചു. അവരാണ് പിന്നോട്ട് പോയത്. അതിന്റെ ഫലം അവർ അനുഭവിച്ചു. പക്ഷേ ഇന്ത്യ മുന്നണി തിരിച്ചു വരുന്നൊരു പ്രതീതിയുണ്ട്. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യങ്ങൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ CPM-ഉം DMK-യുമായിട്ടുള്ള സഖ്യങ്ങൾ പൂർത്തിയായി. ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഇന്ത്യ സഖ്യത്തെ യോജിപ്പിച്ച് നിർത്താമായിരുന്നു. ആ ചർച്ചയുടെ സമയത്ത് നേതാവ് യാത്രക്ക് പോയി. രാഹുൽ വേറെ ആരുണ്ട് ആ കോൺഗ്രസ്? യാത്ര, രണ്ടാമത്തെ യാത്ര കോൺഗ്രസിനെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു വിഡ്ഢിത്തമായിരുന്നു. വളരെ വലിയ വിഡ്ഢിത്ത. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരാളില്ല. ഇപ്പോഴും കോൺഗ്രസ് ചുറ്റിക്കറങ്ങുന്നത് നെഹ്റു കുടുംബത്തിന്റെ ചുറ്റുമാണ്. ആൾ ഇന്ത്യ പ്രസിഡന്റും മറ്റു നേതാക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ തീരുമാനമെടുക്കാൻ അധികാരമുള്ള നേതാവ് ചുറ്റിക്കറങ്ങാൻ പോയാൽ ആരീ ചുമതല നിർവഹിക്കും? ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾക്ക് മുമ്പ് ഉത്തരം നൽകി. ഇനി ഒരു ചോദ്യം. മറുഭാഗത്ത് ഇപ്പോൾ അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരാഗ്നി യാത്ര ആരംഭിച്ചിരുന്നു. ആ സമരാഗ്നി യാത്ര സമാപിച്ചു. അതിനിടയിൽ ചില നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സമരാഗ്നി അവസാനിക്കുന്ന ഘട്ടത്തിലും കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ഒരു ഉയർപ്പുണ്ടായിട്ടുണ്ട്. സമരാഗ്നി മഹാപൊളിവായിരുന്നു. ജനങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇത്രയും പൊളിഞ്ഞ ഒരു പ്രചരണ പരിപാടി കോൺഗ്രസ് ഈ സമയത്ത് സംഘടിപ്പിച്ചത് അവരുടെ ദയനീയത വെളിപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോ എല്ലാവിധ ആശംസകളും. ഇവിടെ തുടർച്ചയായിട്ടുള്ള വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MP ആണ് നേരിടാൻ പോകുന്നത്. രാഷ്ട്രീയ സാഹചര്യമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ എത്തേണ്ട ഒരാൾ എങ്ങനെയാവണമെന്ന് നിശ്ചയിക്കാനുള്ള വിവേകം കോഴിക്കോട് വോട്ടർമാർക്കുണ്ട്. ഓക്കെ, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം പ്രതിഭട്ട. നമസ്കാരം. അപ്പൊ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഇത്തവണ വിജയം സുനിശ്ചിതമാണ്. നല്ല നിലയിലുള്ള വിജയം. അതിനനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ പരിസരവും അന്തരീക്ഷമാണ് ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കുറഞ്ഞൊന്നുമില്ല. ഈ പ്രദീപേട്ടനാണെങ്കിലും ശരി, ഇളമരം കരീമാണെങ്കിലും ശരി, കോഴിക്കോടുകാർക്ക് ഒരു പുതുമുഖമേ അല്ല, വളരെ പരിചിതമായ മുഖങ്ങളാണ്. അതേപോലെയാണ് അപ്പുറത്ത് നിൽക്കുന്ന രാഘവേട്ടൻ എന്ന ടാഗ് ലൈനിൽ അറിയപ്പെടുന്ന സിറ്റിംഗ് MP. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്, സിറ്റിംഗ് MP എന്ന നിലയിലുള്ള ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. മറ്റുള്ള കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കോൺഗ്രസുകാരനാണെന്ന് സ്വയം അവകാശപ്പെടുകയും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും? അതായത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള സാധ്യതകൾ മാത്രമല്ല, രാഷ്ട്രീയം തന്നെയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. വ്യക്തിപരമായ മികവിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് ഒരു പാർലമെന്റ് അംഗത്തിന്റെ വ്യക്തിപരമായ മികവെന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ ഇടപെടലും അതിന്റെ പെർഫോമൻസുമാണ്. അതിൽ ഇന്ന് ഈ കോഴിക്കോടിന്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള പാർലമെന്റ് അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു കഴിഞ്ഞ അനുഭവം നമ്മുടെ ഈ കോഴിക്കോട്ടെ വോട്ടർമാരുടെ മുമ്പിലുണ്ട്. അതാണ് ഇവിടെ വലിയ നിലയിൽ പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യവും. അതായത് നിങ്ങൾ എത്ര കാലം അവിടെ ഇരുന്നു എന്നുള്ളതല്ല, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ വർഗീയ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ഒരു അക്ഷരം ഉരിയാടാൻ പറ്റാത്ത ആളുകൾ, ഈ
മതേതരത്വത്തിന്റെയൊക്കെ മഹാപൈതൃകമുള്ള ഈ കോഴിക്കോട്ടിനെ പ്രതികരിച്ച് പോകണോ വേണ്ടിയോ എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു വിവേകമെടുത്ത ആൾക്കാർക്കുണ്ടല്ലോ. പക്ഷെ അവരതിനെ പ്രതിരോധിക്കുന്നത് അവരുടെ പാർലമെന്റിലെ അറ്റൻഡൻസ് വെച്ചുകൊണ്ടാണ്. 90% അറ്റൻഡൻസ് ഉള്ള MPയെ പിന്നെ നിങ്ങൾ അവിടെ അയക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. വായ തുറന്നോന്ന നാട്ടുകാർ ചോദിക്കില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്. അപ്പം കോഴിക്കോട്ട് ഒരു പ്രസംഗത്തിന്റെ വീഡിയോ എങ്കിലും പ്രദർശിപ്പിക്കട്ടെ. ഒരു വെല്ലുവിളിയാണ് നരേന്ദ്രമോദി ഉയർത്തുന്ന BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് വർഗീയ വെല്ലുവിളിക്കെതിരെ ശബ്ദിച്ച ഒരു ശബ്ദം പുറത്തു കാണിക്കട്ടെ. അതൊരു വെല്ലുവിളിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് സിറ്റിംഗ് MP ആണെങ്കിലും ശരി, കേരളത്തിലെ കോൺഗ്രസ് MPമാർ ആണെങ്കിലും ശരി, അവർ നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ ഉയർത്തിയ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തുവിടും. പുറത്തുവരട്ടെ. അത് വെല്ലുവിളിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ അത് കോൺഫിഡൻസ്. മാത്രമല്ല, അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ലേബർ കോഡുകൾ പാസാക്കി. കോൺഗ്രസ് ആദ്യത്തെ കോഡിന് അനുകൂലിച്ച് വോട്ട് ചെയ്തു. പാർലമെന്റ് ലോക്സഭയിൽ വോട്ടെടുപ്പ് പോലും നടത്തിയില്ല. എന്താ തൊഴിലാളികളോട് പറയാൻ? 3 ലേബർ കോഡുകൾ പിന്നീട് വന്നപ്പോൾ അന്ന് ഞങ്ങൾ സഭ ബഹിഷ്കരിച്ചതായിരുന്നു. കർഷക സമരത്തിന്റെ ബില്ല് വന്നപ്പോൾ, കർഷക ബില്ല് വന്നപ്പോൾ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു രാജ്യസഭയിൽ. അവർ അംഗീകരിച്ചില്ല. അപ്പോ ബഹളമായി, പ്രതിഷേധം കനത്തു. ഞങ്ങളെ 12 പേരെ സസ്പെൻഡ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച ദിവസം കൊണ്ടുവന്ന് 3 കോഡുകൾ പിന്നീട് പാസാക്കി. പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. അത് കർഷക ബില്ലുകളാണ്. ലേബർ കോഡുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ആദ്യത്തെ കോഡിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു രാജ്യസഭയിൽ കോൺഗ്രസ്. ലോക്സഭയിൽ വോട്ടെടുപ്പ് പോലും നടന്നില്ല. വോട്ടെടുപ്പ് ആവശ്യപ്പെടണ്ടേ കോൺഗ്രസ്? ശരി, ഓക്കെ. താങ്ക് യു ശ്രീ ഇളമരം കരീം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പ്രതിഭട്ട. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഓക്കെ, താങ്ക് യു.